കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിരിക്കുന്ന ലിമിറ്റിംഗ് റിയേജന്റ് അതിൻ്റെ പ്രോബ്ലംസും ബാക്കി വരുന്ന ഭാഗവുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റിംഗ് റിയേജന്റിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യപ്പെടുന്ന റിയാക്റ്റൻ്റ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്നറിയപ്പെടുന്നത്. രണ്ട് സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്യുന്നു, അതിലേതെങ്കിലും ഒന്ന് കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യപ്പെടുന്നു, കൂടെയുള്ളത് എന്ത് ചെയ്യുന്നു, റിമെയിൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്ത് തീരുന്ന, അതായത് കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യപ്പെടുന്ന റിയാക്റ്റൻ്റ് ആണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോബ്ലമായിട്ട് തന്നിരിക്കുന്നതാണ് 3 gram ഓഫ് ഹൈഡ്രജൻ റിയാക്ട് വിത്ത് 29 gram O2 ഈൽഡ് വാട്ടർ. അതായത് 3 gram ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് ഏതുമായിട്ട് 29 gram ഓക്സിജനുമായിട്ട് അങ്ങനെ റിയാക്ട് ചെയ്ത് അതുണ്ടാകുന്നു വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ. അവിടെ റിയാക്റ്റൻസിന്റെ എമൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട്. 3 gram ഹൈഡ്രജനും 29 gram ഓക്സിജനും കൂടെയാണ് റിയാക്ട് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, വിച്ച് ഈസ് ദി ലിമിറ്റിംഗ് റിയേജന്റ്. ആ റിയാക്ഷനിൽ അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന അളവനുസരിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഏതാണ് ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് വരുന്നത്, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ക്യാൻ ബി ഫോംഡ്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് ആ റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണം. തേർഡ്, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ദി റിയാക്റ്റൻസ് വിച്ച് റിമൈൻ അൺറിയാക്റ്റഡ്. അതായത് അവിടെ റിയാക്ട് ചെയ്യാതെ കിടക്കുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യപ്പെടും, മറ്റൊന്ന് എക്സസ് വരും, അതായത് റിമെയിൻ ചെയ്യും. ആ റിമെയിൻ ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. ആദ്യം നമുക്ക് ഇക്വേഷൻ വേണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 gram ഹൈഡ്രജൻ 29 O2 റിയാക്ട് ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അപ്പോൾ അതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആദ്യം എഴുതേണ്ടി വരും. അപ്പോൾ അതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് 2H2 plus O2 gives 2H2O. ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എമൗണ്ട്സ് ഞാൻ മോളിൽ ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട്. 3 gram ഹൈഡ്രജൻ 29 gram ഓക്സിജൻ, അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അളവുകൾ. പക്ഷേ നമ്മൾ ആ ഇക്വേഷൻ അനുസരിച്ച് ഓരോന്നും എത്ര മാസ് വീതം ഉണ്ടെന്ന് എഴുതണം. അപ്പോൾ ഇവിടെ 2H2 ആണ്. 2H2 വരുമ്പോൾ 4 ഹൈഡ്രജൻ ആയല്ലോ. അപ്പോൾ 4 ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് 4 into 1 എന്നെടുക്കാം. 4 into 1 4 gram എന്ന് വരും. അതാണ് ഈ 4 gram. 4 ഹൈഡ്രജന്റെ ടോട്ടൽ മാസ് 2H2. 4 ഹൈഡ്രജൻ അതിന്റെ ടോട്ടൽ മാസ്. ഒരു ഹൈഡ്രജന്റെ മാസ് 1 എന്നെടുത്താൽ 4 ഹൈഡ്രജൻ വരുമ്പോൾ 4 gram വരും, 4 gram വരും. പിന്നെ O2 എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ, അപ്പോൾ 16 into 2 32 gram എന്ന് വരും. അപ്പോൾ ഓക്സിജന്റെ മാസ് 32 gram എന്ന് വരുന്നു. പിന്നെ എന്താണ് 2 വാട്ടർ. അപ്പോൾ ഒരു വാട്ടറിന്റെ മാസ് കണ്ടുപിടിക്കുമ്പോൾ 18 gram ആണ്. 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. അപ്പോൾ 2 plus 16 ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ 18 gram എന്ന് കിട്ടും. 2 plus 16 18 gram. അങ്ങനെ 2 വാട്ടർ ഉണ്ട്, 2 വാട്ടർ മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ 18 into 2 കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ 2 വാട്ടറിന്റെ ടോട്ടൽ മാസ് 36 gram എന്ന് വരും. 36 gram. ഓക്കെ, അപ്പോൾ 2 വാട്ടറിന്റെ ടോട്ടൽ മാസ് ആണ്. 2 വാട്ടർ ഉണ്ട് ഇവിടെ. 2 വാട്ടറിന്റെ ടോട്ടൽ മാസ് ആണ് 36 gram. അത് നമ്മൾ ഇക്വേഷൻ അനുസരിച്ച് ഓരോന്നിന്റെയും ഓരോ മോളിക്യൂളിന്റെയും എണ്ണം നോക്കി അതിന്റെ മാസ് എഴുതിയതാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ 3 gram ഹൈഡ്രജൻ 29 gram ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്യുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിലുള്ള ലിമിറ്റിംഗ് റിയേജന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ നോക്കണം, നമ്മളെ ഇക്വേഷൻ അനുസരിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള കേസാണ് വരുന്നത്. അപ്പോൾ 4 gram ഹൈഡ്രജന് 32 gram ഓക്സിജൻ വേണം. ഇക്വേഷൻ അനുസരിച്ചുള്ള മാസുകൾ, അതായത് നമ്മൾ താഴെ എഴുതിയിരിക്കുന്ന മാസുകൾ കമ്പയർ ചെയ്യുക. അപ്പോൾ 4 gram ഹൈഡ്രജന് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് 32 gram ഓക്സിജൻ വേണമെന്നാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം 3 gram ഹൈഡ്രജന് എത്ര ഓക്സിജൻ വേണമെന്ന്. അപ്പോൾ 3 gram ഹൈഡ്രജന് 29 gram ഓക്സിജൻ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും
നമ്മളൊന്ന് വെരിഫൈ ചെയ്യുന്നു. 3 ഗ്രാം ഹൈഡ്രജന് 29 ഗ്രാം ഓക്സിജൻ ആവശ്യമാണോ എന്ന് നമ്മളൊന്ന് വെരിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കാം. 4 ഗ്രാം ഹൈഡ്രജന് 32 ഗ്രാം ഓക്സിജൻ വേണമെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജൻ എത്ര വേണമെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നു. 1 ഗ്രാം ഹൈഡ്രജൻ എത്ര വേണ്ടി വരും? അപ്പോൾ 1 ഗ്രാം ഹൈഡ്രജന് എത്ര വേണ്ടി വരും എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഗ്രാമിന്റെ കണ്ടുപിടിക്കാനായിട്ട് 1 ഗ്രാമിന് റിയാക്ട് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണോ അതേ ഇൻറ്റു 3 ചെയ്താൽ മതി. നോക്കാം നമുക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ്, എമൗണ്ട് ഓഫ് O2 റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 1 ഗ്രാം H2. 1 ഗ്രാം ഹൈഡ്രജന് റിയാക്ട് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ എമൗണ്ട് അത് കാണുന്ന ഇങ്ങനെയാണ്. 4 ഗ്രാമിന് 32 ഗ്രാം ആണെങ്കിൽ 1 ഗ്രാമിന്റെ കാണാൻ എന്ത് ചെയ്യും? 32/4 ചെയ്യും. 32/4 ദാറ്റ്സ് ഈക്വൽ ടു 8 ഗ്രാം. അപ്പോൾ 4 ഗ്രാം ഹൈഡ്രജന് 32 ഗ്രാം ഓക്സിജൻ ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജന് റിയാക്ട് ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 8 ഗ്രാം ആയിരിക്കും. 1 ഗ്രാമിന് 8 ഗ്രാം. 4 ഗ്രാമിന് 32 ഗ്രാം ആണെങ്കിൽ 1 ഗ്രാമിൻ്റെത് കണ്ടുപിടിക്കാൻ 32/4 ചെയ്യുന്നു, 8 ഗ്രാം എന്ന് കിട്ടി. അപ്പോൾ 1 ഗ്രാം ഹൈഡ്രജന് വേണ്ട ഓക്സിജൻ 8 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 3 ഗ്രാമിന് എത്ര വേണമെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്താണ്? എമൗണ്ട് ഓഫ് O2 റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 3 ഗ്രാം H2. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിന് വേണ്ടത് ഇൻറ്റു 3. 1 ഗ്രാമിന് 8 ഗ്രാം ആണല്ലോ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 3 ഗ്രാം ഹൈഡ്രജൻ എത്ര വേണം എന്നുള്ളതാണ്. അപ്പോൾ 8 × 3 ചെയ്യുന്നു. അപ്പോൾ 8 × 3 24 ഗ്രാം ഓക്സിജൻ ആണ് കിട്ടുന്നത്. അപ്പോൾ 3 ഗ്രാം ഹൈഡ്രജന് എത്ര മതി ഓക്സിജൻ? 24 ഗ്രാം മതി. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എത്രയാണ്? 29 ഗ്രാം ആണ്. അതായത് 5 ഗ്രാം ഓക്സിജൻ എക്സസ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ 4 ഗ്രാം ഹൈഡ്രജന് 32 ഗ്രാം ഓക്സിജൻ ആണ് കെമിക്കൽ ഇക്വേഷന്റെ മാസ് അനുസരിച്ചിട്ട് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 3 ഗ്രാമിന് എത്ര ഓക്സിജൻ വേണം എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ 4 ഗ്രാമിന് 32 ഗ്രാം ഓക്സിജൻ ആണെങ്കിൽ 1 ഗ്രാമിന്റെ കണ്ടുപിടിക്കാനായിട്ട് 32/4 ചെയ്യുന്നു. 8 ഗ്രാം എന്ന് കിട്ടി 1 ഗ്രാം ഹൈഡ്രജന് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 3 ഗ്രാം ഹൈഡ്രജന് വേണ്ടത് കണ്ടുപിടിക്കാനായിട്ട് ആ 1 ഗ്രാമിന് വേണ്ടത് ഇൻറ്റു 3 ചെയ്തു. 24 ഗ്രാം എന്ന് കിട്ടി. അപ്പോൾ 29 ഗ്രാമിൽ 24 ഗ്രാം മതി 3 ഗ്രാം ഹൈഡ്രജൻ. അപ്പോൾ 29ൽ 24 പോയാൽ ബാക്കി 5 ഗ്രാം ഓക്സിജൻ എക്സസ് ആണ്. അവിടെ 5 ഗ്രാം ഓക്സിജൻ എക്സസ് ആണ്. അപ്പോൾ ഓക്സിജൻ അവിടെ എക്സസ് കിടക്കുന്നു, ഹൈഡ്രജൻ പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടുന്നു. 3 ഗ്രാം ഹൈഡ്രജൻ 24 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. 5 ഗ്രാം ഓക്സിജൻ റിമെയിൻ ചെയ്യും, എക്സസ് വരും. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണെന്ന് മനസ്സിലാവും? ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് സംഭവം. 3 ഗ്രാം ഓഫ് H2 റിയാക്ട് വിത്ത് 24 ഗ്രാം ഓക്സിജൻ. 29 വേണ്ട, 24 ഗ്രാം മതി. 24 gram O2. 5 gram O2 is excess. So H2 is the limiting reagent. അതുകൊണ്ട് എന്താണ്? ഹൈഡ്രജൻ ആണ് അവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് 3 ഗ്രാം ഹൈഡ്രജൻ 29 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. 3 ഗ്രാം ഹൈഡ്രജന് 24 ഗ്രാം ഓക്സിജൻ മതി എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 29ൽ 24 മതി. ബാക്കി 5 ഗ്രാം ഓക്സിജൻ അവിടെ എക്സസ് ആണ്. അപ്പോൾ എക്സസ് കിടക്കുന്നതല്ല ലിമിറ്റിംഗ് റിയേജന്റ്, കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടുന്നതാണ്. അതായത് പൂർണ്ണമായിട്ടും റിയാക്ട് ചെയ്ത് തീരുന്നതാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അതിവിടെ ഹൈഡ്രജൻ ആണ്, ഓക്സിജൻ എക്സസ് വരുന്നത് കൊണ്ട്. അപ്പോൾ 3 ഗ്രാം ഓഫ് ഹൈഡ്രജൻ റിയാക്ട് വിത്ത് 24 ഗ്രാം O2, 5 ഗ്രാം O2 ഈസ് എക്സസ്. സോ H2 ഈസ് ദി ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ ഹൈഡ്രജൻ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുകയാണ്. വാട്ടറിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ പ്രോഡക്റ്റ് ആണ് വാട്ടർ. അപ്പോൾ പ്രോഡക്റ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് തീരുന്ന സബ്സ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടാകണം പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ എക്സസ് കിടക്കുന്ന റിയേജന്റ്, അതായത് ഇവിടെ 5 ഗ്രാം ഓക്സിജൻ എക്സസ് ആണ്. അപ്പോൾ എക്സസ് കിടക്കുന്ന ഒരു സബ്സ്റ്റൻസിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രോഡക്റ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, തെറ്റാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് തീരുന്ന സബ്സ്റ്റൻസെ പൂർണ്ണമായി എന്താവും? പ്രോഡക്റ്റ് ആയിട്ട് മാറത്തുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് തീരുന്നത് ലിമിറ്റിംഗ് റിയേജന്റ് ആയിരിക്കും. അതിന്റെ എമൗണ്ടിനെ ബേസ് ചെയ്ത് വേണം പ്രോഡക്റ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ. അല്ലാതെ എക്സസ് വരുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ അതിന്റെ എമൗണ്ട് കറക്റ്റ് ആകത്തില്ല. കാര്യം അവിടെ റിമെയിൻ ചെയ്യുന്ന എമൗണ്ട് ഒരിക്കലും പ്രോഡക്റ്റ് ആയിട്ട് മാറില്ല. അതുകൊണ്ട് ലിമിറ്റിംഗ് റിയേജന്റിനെ ബേസ് ചെയ്ത് കാണാം. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ഹൈഡ്രജൻ ആണല്ലോ, അതിനെ ബേസ് ചെയ്ത് നമുക്ക് അതിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കുക, ഇവിടെ ഇക്വേഷൻ അനുസരിച്ചുള്ള മാസ് ആദ്യം നോക്കണം. ഇക്വേഷൻ അനുസരിച്ച് 4 ഗ്രാം ഹൈഡ്രജനിൽ നിന്നാണ് 36 ഗ്രാം വാട്ടർ ഫോം ചെയ്യുന്നത്.
4 gram ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 36 gram വാട്ടർ ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ 1 gram എന്ന്, ഇവിടെ ഹൈഡ്രജന്റെ എമൗണ്ട് 1 gram എന്ന് എത്ര വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് ചെക്ക് ചെയ്യുന്നു. 4 gram എന്ന് 36 gram അല്ലേ, അപ്പോൾ 1 gram എന്ന് എത്ര വാട്ടർ ഫോം ചെയ്യുന്നു നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് എഴുതാം. എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 1 gram ഹൈഡ്രജൻ, എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 1 gram ഹൈഡ്രജൻ കാണുന്നു 36/4. 4 ന്ന് 36 ആണെങ്കിൽ 1 gram എന്നുള്ളത് കണ്ടുപിടിക്കാൻ 36/4. അപ്പോൾ 36/4 ചെയ്യുന്നു 9 gram ആണ് കിട്ടുന്നത്. 1 gram ഹൈഡ്രജൻ ആണെങ്കിൽ 9 gram കിട്ടും. അപ്പോൾ 1 gram ഹൈഡ്രജൻ 9 gram കിട്ടുമെങ്കിൽ 3 gram ഹൈഡ്രജൻ, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, 4 gram എന്ന് 36 ആണ്. അങ്ങനെയാണെങ്കിൽ 1 gram എന്ന് 9 gram വാട്ടർ ഫോം ചെയ്യും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 gram എന്ന്, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് 3 gram ആണ്. ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ 3 gram ആണ്. അതെന്നുള്ള വാട്ടറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 3 gram എന്ന് എത്ര വാട്ടർ ഫോം ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം. 3 gram എന്ന് എത്ര വാട്ടർ. അപ്പോൾ 1 gram എന്ന് ഉണ്ടാകുന്നത് 9 gram ആണ്. അത് കിട്ടിയത് 4 gram എന്ന് 36 ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ 1 gram എന്നുള്ളത് കണ്ടുപിടിക്കാൻ 36/4 ചെയ്തു, 9 gram എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 3 gram H2 കിട്ടാൻ വേണ്ടി 1 gram എന്ന് ഉണ്ടാകുന്ന വാട്ടർ ഇൻറ്റു 3, 9 × 3 = 27 gram എന്ന് വരും. അപ്പോൾ 1 gram എന്ന് 9 gram ആണ്. അങ്ങനെയാണെങ്കിൽ 3 gram ഹൈഡ്രജൻ എന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 9 × 3 എന്ന് 27 gram കിട്ടും. അപ്പോൾ ഇവിടെ 3 gram ആണെങ്കിൽ ഇവിടെ 27 gram വാട്ടറേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 4 gram എന്ന് 36, അതൊന്ന് 1 ഗ്രാമിന്റെ കണ്ടെത്തിയാൽ മതി. 1 ഗ്രാമിന് എത്ര വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് കണ്ടെത്തി. 36/4 9 gram എന്ന് കിട്ടി. അപ്പോൾ 1 gram ഹൈഡ്രജൻ എന്ന് 36 gram ആണ്. അങ്ങനെയാണെങ്കിൽ 1 gram എന്ന് കിട്ടുന്നത് 36/4 = 9 gram. 9 gram വന്നെങ്കിൽ 3 gram എന്നുള്ള കണ്ടുപിടിക്കാനായിട്ട് ആ 9 × 3 ചെയ്യുക. അപ്പോൾ 27 gram എന്ന് കിട്ടി. ഓക്കെ, ഇനി O2 റിമെയിൻസ്. അപ്പോൾ നമുക്ക് അറിഞ്ഞു ഓക്സിജൻ ആണ് ഇവിടെ റിമെയിൻ ചെയ്യുന്നത്. അത് നമുക്ക് കിട്ടുന്നത് ഈ സ്റ്റെപ്പിൽ നിന്നാണ്. ഓക്സിജൻ ആണ് ഇവിടെ റിമെയിൻ ചെയ്യുന്നത്. 29ൽ 24 മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി 5 gram എക്സസ് ആണ്. അപ്പോൾ അതിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന എമൗണ്ട് 29 ആണ്, മൈനസ് 24 മാത്രമേ അവിടെ 3 gram ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എത്ര വരും? 5 gram വരും. 29 - 24 = 5 gram. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, calculate the amount of carbon dioxide that could be produced when conditions പറഞ്ഞിട്ടുണ്ട്. 1 mole of carbon is burned in air, 1 mole of carbon is burned in 60 gram dioxygen എന്ന് പറഞ്ഞാൽ O2. 2 moles of carbon are burned in 60 gram of dioxin. ഡയോക്സിൻ എന്ന് പറഞ്ഞാൽ O2 ആണ്. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. ഈ താഴെ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് കാർബണിന്റെ എമൗണ്ട്സ്, ഓക്സിജന്റെ എമൗണ്ട്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തുമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യം അതിനും ഇക്വേഷൻ വേണം. ഇവിടെ എല്ലാം സ്റ്റോയിയോമെട്രിക് കാൽക്കുലേഷൻ ആണ്. അതുകൊണ്ട് ഇക്വേഷനെ ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ അത് എഴുതണം. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമേഷന്റെ കെമിക്കൽ ഇക്വേഷൻ C+O2 gives CO2 എന്ന് വരും. C+O2 gives CO2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ മാസുകൾ എഴുതാം. കാർബൺ ഒരെണ്ണമാണ്, അപ്പോൾ അതിന്റെ മാസ് 12 gram എന്നെടുക്കാം. പിന്നെ O2 ആണ്. O2 രണ്ടെണ്ണം, O2 രണ്ടെണ്ണമാണ്. അങ്ങനെ 16 × 2 എന്നെടുക്കാം. 32 gram വരും. 16 × 2 32 gram. പിന്നെയുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഒരു കാർബൺ 2 ഓക്സിജൻ, ഒരു കാർബൺ 2 ഓക്സിജൻ. അപ്പോൾ കാർബൺ ആകുമ്പോൾ 12 പ്ലസ് 2 ഓക്സിജൻ ആകുമ്പോൾ 32. 12 + 32 എന്ത് വരും? 44 gram വരും. 44 gram വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോൾസ് എഴുതാം. കാർബൺ അതിന്റെ GAM ആണ് ഉള്ളത്, അതുകൊണ്ട് 1 mole ആയിരിക്കും. ഓക്സിജൻ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ GMM ആണ് 32 gram. GMM വന്നാൽ അത് 1 mole ആണ്. CO2 കാർബൺ ഡൈ ഓക്സൈഡിന്റെ GMM മാത്രമേ ഇവിടെ ഉള്ളൂ, 44 gram. ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് GMM അത് 1 mole ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ മാസുകളും എഴുതി, എത്ര മോൾ വീതം GMM GAM നോക്കിയാണ് എഴുതുന്നത്. അങ്ങനെ എഴുതി വെച്ചു. ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. 1 mole of carbon is burned in air. അതായത് 1 mole കാർബൺ ബേൺ ചെയ്യുമ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും? 1 mole കാർബൺ ആണ്. ഇക്വേഷൻ അനുസരിച്ചിട്ട് 1 mole കാർബൺ ബേൺ ചെയ്യുമ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും? അതിന്റെ എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇക്വേഷൻ നോക്കുക. ഇക്വേഷൻ നോക്കുമ്പോൾ ഇവിടെ 1 mole കാർബൺ ഉണ്ട്. ഇക്വേഷൻ അനുസരിച്ച് 1 mole കാർബൺ വരുന്നുണ്ട്. 1 mole കാർബൺ നിന്ന് ഉണ്ടാകുന്ന എമൗണ്ട് എത്രയാണ്? 44 gram. ഇവിടെ 1 mole ആണെങ്കിൽ
1 മോൾ CO2 തന്നെ ഉണ്ടാകുന്നുണ്ട്. 1 മോൾ CO2 എന്ന് പറയുമ്പോൾ അതിന്റെ GMF 44 ഇങ്ങനെ റിലേറ്റ് ചെയ്താൽ മതി. ഇവിടെ 1 മോൾ ആണെങ്കിൽ ആ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് 44 ഗ്രാം CO2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ 44 ഗ്രാം വരും. ഇത്രയും നോക്കിയാൽ മതി. ഇവിടെ 1 മോൾ തന്നെയല്ലോ, ഇവിടെ 1 മോൾ ആണ് വരുന്നത് എങ്കിൽ ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ 44 ഗ്രാം വരുന്നുണ്ട്. 1 മോൾ ആണ് എങ്കിൽ ഇവിടെ 44 ഗ്രാം. അതുകൊണ്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 1 മോൾ കാർബൺ ആണ് എങ്കിൽ 1 മോൾ കാർബൺ ആണ് എങ്കിൽ ഇവിടെ 44 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അതിന്റെ ആൻസർ 44 ഗ്രാം എന്ന് വരും. ഇനി അടുത്തത് 1 മോൾ കാർബൺ ഈസ് ബേൺഡ് ഇൻ 60 ഗ്രാം ഡയോക്സിജൻ. 1 മോൾ ഓഫ് കാർബൺ ഈസ് ബേൺഡ് ഇൻ 16 ഗ്രാം ഡയോക്സിജൻ. 16 ഗ്രാം ഓക്സിജനുമായിട്ട് കാർബൺ റിയാക്ട് ചെയ്യുന്നു. 1 മോൾ കാർബൺ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് മാസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 12 ഗ്രാം കാർബൺ ആണെങ്കിൽ അതിനാണ് 32 ഗ്രാം ഓക്സിജൻ വേണ്ടത്. 12 ഗ്രാം കാർബൺ ആണ് എങ്കിലാണ് 32 ഗ്രാം ഓക്സിജൻ വേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 16 ഗ്രാം ആണെങ്കിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ 16 ഗ്രാം ആണെങ്കിൽ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 16 ഗ്രാം ആണ് എങ്കിൽ ഇവിടെ 16 ഗ്രാം വരുവാണെങ്കിൽ ഇവിടെ കാർബൺ അതിന്റെ പകുതി മതിയാവും, 6 ഗ്രാം മതിയാവും. 6 അല്ല, ഓക്കെ, അവിടെ ഹാഫ് 6 ഗ്രാം മതിയാവും. അതായത് ഇക്വേഷൻ അനുസരിച്ച് 32 ഗ്രാം കാർബൺ 32 ഗ്രാം ഓക്സിജൻ 32 ഗ്രാം ഓക്സിജൻ ആണ് 12 ഗ്രാം കാർബൺ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 16 ഗ്രാം ഓക്സിജൻ വരുവാണെങ്കിൽ ഇവിടെ 12ന്റെ ഹാഫ് മതി. 32ന്റെ ഹാഫ് ആണല്ലോ 16. ഇവിടെ 16 ആയാൽ ഇവിടെ എത്രയാവും? 6 ആവും. 32ന്റെ പകുതിയാണ് 16. അവിടെ 16 വന്നാൽ 12ന്റെയും പകുതി മതിയാവും. ഇവിടെ 6 ഗ്രാം മതിയാവും. അപ്പോൾ 16 6 എന്ന് വരും. 16 6. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാഫ് ആവും. ഇവിടെ 2 ഹാഫ് ആവല്ലേ, 32 16. ഇവിടെ 6 കാർബൺ 6 വരും. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? 22 ഗ്രാം. ഇവിടെ ഹാഫ് ആയിട്ട് ചിന്തിക്കുക, ഇവിടെ 22 ഗ്രാമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, 22 ഗ്രാം. അപ്പോൾ ഇവിടെ ആൻസർ 22 ഗ്രാം വരും. നോക്കാം. അപ്പോൾ ഇക്വേഷൻ അനുസരിച്ച് 32 ഗ്രാം O2 റിയാക്ട് വിത്ത് 12 ഗ്രാം കാർബൺ. സോ 16 ഗ്രാം O2 റിയാക്ട് വിത്ത് 6 ഗ്രാം കാർബൺ. അപ്പോൾ 16 ഗ്രാം കാർബൺ അങ്ങനെയാണെങ്കിൽ എത്രയായിട്ട് റിയാക്ട് ചെയ്യൂ? 6 ഗ്രാം കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. അതായത് 0.5 മോൾ. 6 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ 0.5 മോൾ. 1 മോൾ ആണ് 12 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 6 ഗ്രാം എന്ന് പറയുമ്പോൾ 0.5 മോളേ ഉള്ളൂ കാർബൺ. ദെൻ പ്രൊഡ്യൂസ്ഡ് CO2 ഈസ് 22 ഗ്രാം. അപ്പോൾ ഇവിടെയും എന്താവും? ഹാഫായി കുറയും, 22 ഗ്രാമേ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന്റെ ബേസിൽ ഒരു കാര്യം ഇവിടെ പറയാം. ഇവിടെ 60 ഗ്രാം ഓക്സിജൻ വന്നാൽ ഇവിടെ 6 ഗ്രാം കാർബൺ മതി. 60 ഗ്രാം വരുവാണെങ്കിൽ ഇവിടെ 6 ഗ്രാം കാർബൺ മതി. പക്ഷേ ഇവിടെ 12 ഗ്രാം ആണെന്ന് അതിൽ മാറ്റമൊന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ 12ൽ 6 ഗ്രാം കാർബൺ മതി 16 ഗ്രാം ഓക്സിജൻ. 32ന് 12 വെച്ചിട്ടാണ് നമ്മളത് കണക്കാക്കിയത്. 32ന് 12, അങ്ങനെയാണെങ്കിൽ 16 ഗ്രാം ഓക്സിജന് 6 ഗ്രാം കാർബൺ മതി. 12ൽ ബാക്കി 6 ഗ്രാം കാർബൺ എക്സസ് ആണ്. 12 ഗ്രാം കാർബണിൽ 6 ഗ്രാം ഓക്സിജൻ അല്ല 6 ഗ്രാം കാർബൺ 16 ഗ്രാം ഓക്സിജനോട്ട് റിയാക്ട് ചെയ്യും. ബാക്കി 12ൽ 6 ഗ്രാം ഓക്സിജൻ എക്സസ് വരും. 6 ഗ്രാം കാർബൺ എക്സസ് വരും. 6 ഗ്രാം കാർബൺ എക്സസ് വരും. അപ്പോൾ ഏതാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് തന്നിരിക്കുന്ന ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന എമൗണ്ട് ആണ്. 60 ഗ്രാം ഓക്സിജൻ 6 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്ത് തീരും. അപ്പോൾ 12ൽ 6 ഗ്രാം കാർബൺ എക്സസ് കിടക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആയിരിക്കും. കാർബൺ എക്സസ് വരും. 12ൽ 6 ഗ്രാം യൂട്ടിലൈസ് ചെയ്യപ്പെടും. ബാക്കി 6 ഗ്രാം കാർബൺ ആ റിയാക്ഷനിൽ എക്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് കാർബൺ അവിടെ എക്സസ് വരുന്നത് കൊണ്ട് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആയിരിക്കും. 16 ഗ്രാം കാർബൺ അല്ല 16 ഗ്രാം ഓക്സിജൻ 6 ഗ്രാം കാർബൺ ആയിട്ട് മാത്രമേ റിയാക്ട് ചെയ്യൂ. ആ 12 ഗ്രാം അവിടെ റിമെയിൻ ചെയ്ത് 12 ഗ്രാം ഉണ്ട് എങ്കിൽ അതിൽ 6 ഗ്രാം കാർബൺ റിമെയിൻ ചെയ്യും. അപ്പോൾ കാർബൺ അവിടെ എക്സസ് ആണ്. അപ്പോൾ ഓക്സിജൻ ആണ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് തീരുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് O2 എന്ന് എടുക്കുക. അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ അടുത്ത കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് 2 moles of carbon are burned in 60 gram of dioxygen. 2 moles of carbon are burned in 16 gram of dioxygen. അപ്പോൾ അവിടെ ഓക്സിജൻ എമൗണ്ട് മാറ്റമില്ല, എന്ത് തന്നെയാണ് 60 ഗ്രാം ആണ്. പക്ഷേ ഇവിടെ 2 മോൾ കാർബൺ പറയുന്നുണ്ട്. 2 മോൾ കാർബൺ ആകുമ്പോൾ 1 മോൾ കാർബണിന്റെ മാസാണ് 12 ഗ്രാം. അപ്പൊ 2 മോൾ കാർബൺ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? 24 ഗ്രാം വരും. 2 മോൾ ആകുമ്പോൾ 1 മോൾ അതിന്റെ GAM ആണ് 12 ഗ്രാം. അപ്പോൾ ഇവിടെ 2 മോൾ ആകുമ്പോൾ ഇവിടെ 24 ഗ്രാം എന്ന് നമ്മൾ കണക്കൂട്ടണം. 24 ഗ്രാം ഉണ്ട്. അപ്പൊ ഇവിടെ 24 വന്നാലും ഇവിടെ 16 ആണെങ്കിൽ ഇവിടെ എത്ര മതി? 6 ഗ്രാം കാർബൺ മതി. ഇവിടെ 16 ആണ് വരുന്നതെങ്കിൽ ഇവിടെ എപ്പോഴും 6 ഗ്രാം മതി. അതായത് 32ന്റെ പകുതിയാണ് 16. 16 വന്നാൽ ഇവിടെ 6 ഗ്രാം മതി. ഇവിടെ 24 ആണ് മൂന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞത്. 24ൽ 6 ഗ്രാം മാത്രമേ യൂട്ടിലൈസ് ചെയ്യപ്പെടൂ. 24 ഗ്രാം കാർബൺ തന്നാലും ഇവിടെ 60 ഗ്രാം ഓക്സിജൻ ആണ് എങ്കിൽ ഇവിടെ നിന്ന് 6 ഗ്രാം മാത്രമേ യൂട്ടിലൈസ് ചെയ്യപ്പെടൂ.
അപ്പൊ 24ന്ന് 6 പോവുക. 24ന്ന് 6 മൈനസ് ചെയ്യുക, എത്ര വരും? 18 ഗ്രാം കാർബൺ എക്സസ് കിടക്കും. 18 ഗ്രാം കാർബൺ എക്സസ് ആണ് അല്ലെ? കാർബൺ 18 ഗ്രാം എക്സസ് വരും ആ ഒരു കണ്ടീഷനിൽ. അങ്ങനെയാണെങ്കിൽ കാർബൺ എക്സസ് കിടക്കും, ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് തീരുകയും ചെയ്യും. അങ്ങനെ ആലോചിച്ചാൽ ആ മൂന്നാമത്തെ കണ്ടീഷൻ അനുസരിച്ചും ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ഏത് തന്നെ? O2 തന്നെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ സെയിം ആൻസർ തന്നെ വരും. 32 ഗ്രാം O2 റിയാക്ട് വിത്ത് 12 ഗ്രാം കാർബൺ ആണെങ്കിൽ എന്താണ്? 60 ഗ്രാം O2 റിയാക്ട് വിത്ത് ഓൺലി 6 ഗ്രാം കാർബൺ. 24 ആണ് തന്നെ. 2 മോൾ കാർബൺ എന്ന് പറഞ്ഞാൽ 24 ഗ്രാം ആവും. അപ്പോൾ 24 എന്ന് എത്ര റിയാക്ട് ചെയ്യൂ? 6 ഗ്രാമേ റിയാക്ട് ചെയ്യൂ. അങ്ങനെയാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എത്ര തന്നെയാണ്? 22 ഗ്രാം തന്നെ വരും. ഇവിടെ 16 6, അപ്പോൾ നേരെ ഹാഫ് ആയിട്ടുള്ള രീതി ചിന്തിക്കുക. ഇവിടെയും 44 ഹാഫ് ആവും. എന്ത് വരും? 22 ഗ്രാം എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 28 gram of nitrogen is mixed with 12 gram of hydrogen to form ammonia. അപ്പോൾ അമോണിയയുടെ ഫോർമേഷനാണ് പറഞ്ഞേക്കുന്നത്. ആസ് പെർ ദി റിയാക്ഷൻ വിച്ച് ഈസ് ദി ലിമിറ്റിംഗ് റിയേജന്റ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 28 ഗ്രാം നൈട്രജൻ 12 ഗ്രാം ഹൈഡ്രജൻ. 28 ഗ്രാം നൈട്രജനെ 12 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് ഏത് വരും? അവിടെ നമ്മൾ ആദ്യം കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നു. N2+ 3H2 gives 2NH3. ഇതാണ് അമോണിയയുടെ ഫോർമേഷന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, എന്നിട്ട് ആദ്യം നമ്മളിവിടെ ഇക്വേഷൻ അനുസരിച്ചുള്ള മാസുകളെല്ലാം എഴുതി വെക്കുന്നു. 2 നൈട്രജൻ, അപ്പോൾ 14 ആണ് നൈട്രജന്റെ മാസ്. അപ്പോൾ 14 × 2 28 ഗ്രാം എന്ന് വരും. അതേപോലെ 3H2 6 ഹൈഡ്രജൻ ഉണ്ട്. 6 ഹൈഡ്രജൻ ആകുമ്പോൾ ഒരു ഹൈഡ്രജന്റെ മാസ് 1 ഗ്രാം വെച്ച് 6 ഗ്രാം വരും. ഇവിടെ 2 അമോണിയ ഉണ്ട്. ഒരു അമോണിയയുടെ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 17 ഗ്രാം എന്ന് വരും. നൈട്രജൻ 14 + 3, അപ്പം 17 ഗ്രാം എന്ന് വരും. 2 അമോണിയ ആയതുകൊണ്ട് 2 × 17 ചെയ്യണം. 2 × 17, അപ്പോൾ എന്ത് വരും? 2 × 17 34 ഗ്രാം. അപ്പോൾ ഇവിടെ 34 വന്നു. അപ്പോൾ ഇതാണ് ഇക്വേഷൻ അനുസരിച്ചുള്ള മാസുകൾ. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 28 ഗ്രാം നൈട്രജൻ 12 ഗ്രാം ഹൈഡ്രജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതിന് ഇക്വേഷനിൽ തന്നിരിക്കുന്ന മാസ് ഒന്ന് കമ്പയർ ചെയ്യുക. ഇവിടെ 28 ഗ്രാം ആണ് എങ്കിൽ അത് എത്ര ആയിട്ട് റിയാക്ട് ചെയ്യൂ? 6 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യൂ. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞ 12 ഗ്രാം ആണ്. അപ്പോൾ 12 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടൂല 28 ഗ്രാം നൈട്രജൻ ആണ് എങ്കിൽ. അപ്പോൾ 28 ഗ്രാം ആണ് നൈട്രജൻ എങ്കിൽ അതിന് എത്ര മതി? പൂർണ്ണമായ റിയാക്ഷൻ നടക്കാൻ 6 ഗ്രാം ഹൈഡ്രജൻ മതി. 28 ഗ്രാമിന് 6 ഗ്രാം ഹൈഡ്രജൻ മതി. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 12 ഗ്രാം ആണ്. അപ്പോൾ 12 ഗ്രാമിൽ 6 ഗ്രാമുമായിട്ടേ 28 ഗ്രാം നൈട്രജൻ റിയാക്ട് ചെയ്യൂ. ബാക്കി 12ൽ 6 ഗ്രാം എക്സസ് ഹൈഡ്രജൻ കിടക്കും. 6 ഗ്രാം ഹൈഡ്രജൻ എക്സസ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ എക്സസ് വരുന്നു 6ന്. 12ൽ 6 മാത്രമേ യൂട്ടിലൈസ് ചെയ്യൂ. ബാക്കി 6 ഗ്രാം ഹൈഡ്രജൻ എക്സസ് ആണ്. അപ്പോൾ അത് റിയാക്ട് ചെയ്യൂല. ആ 6 ഗ്രാം ഹൈഡ്രജൻ റിയാക്ഷന് ശേഷവും അവിടെ റിമെയിൻ ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ റിമെയിൻ ചെയ്യുന്നു. നൈട്രജൻ 28 ഗ്രാമും 6 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് തീരും, കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യപ്പെടും. അതുകൊണ്ട് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. അപ്പോൾ എന്താണ്? ഇൻ ദിസ് റിയാക്ഷൻ 28 ഗ്രാം N2 കംപ്ലീറ്റ്ലി റിയാക്ട് വിത്ത് 6 ഗ്രാം H2. സോ 6 ഗ്രാം ഹൈഡ്രജൻ ഈസ് എക്സസ്. 12 ആണ് തന്നേക്കുന്നത്, 6 മാത്രമേ റിയാക്ട് ചെയ്യൂ. 6 gram hydrogen is excess, therefore nitrogen is the limiting reagent. അപ്പോൾ നൈട്രജൻ 28 ഗ്രാം 6 ഗ്രാം ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്ത് തീരുന്നു. 12 ഗ്രാം തന്നിരുന്നാലും അതിൽ 6 റിയാക്ട് ചെയ്യൂ, ബാക്കി 6 ഹൈഡ്രജൻ റിമെയിൻ ചെയ്യും. അപ്പോൾ അവിടെ ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടും എന്ന് പറയാൻ പറ്റില്ല, ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ നൈട്രജൻ ആണ് ഇവിടെ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ലിമിറ്റിംഗ് റിയേജന്റ് ഏത് വരുന്നത്? നൈട്രജൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ എന്തായാലും പരിചയപ്പെട്ട് ആ ചെയ്തിരിക്കുന്ന മെത്തേഡ് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഡൗട്ട്സ് ഇന്ററാക്ഷൻ സെക്ഷനിൽ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ആദ്യം ഈ എക്സാമ്പിൾ ഒന്ന് പരിചയപ്പെട്ട് ഏത് രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് സൊല്യൂഷൻസിനെ ബേസ് ചെയ്തുള്ള കാൽക്കുലേഷൻ ആണ് പഠിക്കാനുള്ളത്. സൊല്യൂഷൻസ്. അപ്പോൾ എന്താണ് ഈ സൊല്യൂഷൻസ്? അതായത് നമ്മൾ ലായനികൾ എന്ന് പറയും. എന്താണ് ഈ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ? വേറൊന്നുമില്ല, സൊല്യൂട്ടും സോൾവെന്റും, അതായത് ലീനവും ലായകവും സൊല്യൂട്ടും സോൾവെന്റും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? സൊല്യൂഷൻസ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ. അപ്പോൾ ഈ സാൾട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സാൾട്ട് സൊല്യൂട്ടാണ്, അതായത് ലീനമാണ്. നമ്മൾ വാട്ടറിലാണ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ വാട്ടറാണ് സോൾവെന്റ്, ലായകം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷനിൽ 2 കമ്പോണന്റ് ഉണ്ട്, സൊല്യൂട്ടും ഉണ്ടാവും, സോൾവെന്റ് ഉണ്ടാവും. ഇനി അത് എങ്ങനെ തിരിച്ചറിയും? സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ എന്നെങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ്. നമ്മളൊരു സൊല്യൂഷൻ തയ്യാറാക്കുമ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്നതാണ് സൊല്യൂട്ട്. മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിൽ ഉള്ളതാണ് സൊല്യൂട്ട്, ലാർജർ ക്വാണ്ടിറ്റീസ് ഉള്ളതാണ്
സോൾവെന്റ്. അതായത് നമ്മളിപ്പോൾ ഷുഗർ സൊല്യൂഷൻ തയ്യാറാക്കിയാൽ ഉപ്പ് കുറച്ചെടുക്കും, വെള്ളം ഒരുപാട് ഒഴിക്കും. അപ്പോൾ ഉപ്പ് സൊല്യൂട്ട് ആവും, വാട്ടർ സോൾവെന്റ് ആവും. ഇപ്പോൾ ഷുഗർ സൊല്യൂഷനാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഷുഗർ നമ്മൾ കുറച്ചേ എടുക്കുകയുള്ളൂ, അപ്പോൾ അത് സൊല്യൂട്ട്, കുറഞ്ഞ അളവിലുള്ളതാണ് സൊല്യൂട്ട്. വാട്ടർ ആണ് അവിടെ ഒരുപാട് എടുക്കുന്നത്, അതുകൊണ്ട് അത് സോൾവെന്റ്. ഓക്കെ, അപ്പോൾ സൊല്യൂട്ട് സോൾവെന്റ് ഡിസോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും, ലൈന് കിട്ടും. ഓക്കെ, അതുമായി ബേസ് ചെയ്തുള്ള ഫസ്റ്റ് ആണ് മാസ് പെർസെൻറ്റേജ്. നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ആ സൊല്യൂഷനെ ബേസ് ചെയ്ത് പഠിക്കുന്നു. മാസ് പെർസെൻറ്റേജ്, അതായത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. അതൊരു കോമ്പൗണ്ടിലുള്ള ഓരോ എലമെന്റിന്റെയും പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിച്ചത്. ഒരു കോമ്പൗണ്ട് ഇപ്പോൾ വാട്ടർ, ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ, അതായത് മാസ് പെർസെൻറ്റേജ് ഇത്ര. അപ്പോൾ ഹൈഡ്രജന്റെ മാസ് ബൈ ആ മോളാർ മാസ് ഇൻറ്റു 100 ആണ് നമ്മളവിടെ പഠിച്ചത്. അതേപോലെ ഇപ്പോൾ ഓക്സിജന്റെ ചെയ്യുന്നു. ഓക്സിജന്റെ മാസ്, ആ കോമ്പൗണ്ടിലുള്ള ഓക്സിജന്റെ ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ കോമ്പൗണ്ടിന്റെ മോളാർ മാസ് ഇൻറ്റു 100. അതാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഇവിടെ നമ്മൾ സൊല്യൂഷനെ ബേസ് ചെയ്ത് പറയുമ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് കാണണമെന്ന് വെക്കുക. മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ എന്ത് ചെയ്യുക? സൊല്യൂട്ടിന്റെ മാസ് മാത്രം എടുക്കുക. മാസ് ഓഫ് സൊല്യൂട്ട്, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. ഈ സൊല്യൂഷന്റെ മാസ് കിട്ടണമെങ്കിൽ അതിന്റെ അകത്തിരിക്കുന്ന രണ്ട് കമ്പോണന്റിന്റെയും മാസിന്റെ ടോട്ടൽ എടുക്കണം. ഒരു സൊല്യൂഷനിലെ രണ്ട് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും സോൾവെന്റും ആണ്. അപ്പോൾ സൊല്യൂട്ടിന്റെ മാസ് പ്ലസ് സോൾവെന്റിന്റെ മാസ്, സൊല്യൂട്ടിന്റെ മാസ് പ്ലസ് സോൾവെന്റിന്റെ മാസ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴേ സൊല്യൂഷന്റെ ടോട്ടൽ മാസ് കിട്ടും. അപ്പോൾ താഴെ എന്ത് കൊടുക്കണം? മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഒരു എക്സാമ്പിൾ നോക്കാം, സിമ്പിൾ ആണ്. എ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് 2 gram ഓഫ് സബ്സ്റ്റൻസ് എ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്, എന്തോ ആയിക്കോട്ടെ, എ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് എത്രയാണ്? 2 gram ഉണ്ട്. ടു 18 gram ഓഫ് വാട്ടർ. അപ്പോൾ ഇവിടുത്തെ സൊല്യൂട്ട് കുറഞ്ഞ അളവിലുള്ളതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ സൊല്യൂട്ട് ഏതാണ്? എ ആണ്. എയുടെ അളവ് വന്നിട്ടുണ്ട് 2 gram. അത് 18 gram ഓഫ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. 18 gram ഓഫ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി മാസ് പെർസെൻറ്റേജ് ഓഫ് ദി സൊല്യൂട്ട്. അപ്പോൾ സൊല്യൂട്ടിന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് എ, എ അല്ലേ ഇവിടുത്തെ സൊല്യൂട്ട്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ മാസ് ഓഫ് എ എത്രയാണ്? ക്വസ്റ്റ്യനിൽ നോക്കുക, 2 gram ഓഫ് സബ്സ്റ്റൻസ് എ. അപ്പോൾ 2 gram ആണ് എയുടെ മാസ്. അപ്പോൾ 2 gram ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ മൊത്തം മാസ് കിട്ടണമെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിന്റെ മാസ് പ്ലസ് സോൾവെന്റിന്റെ മാസ് ആണ്. സോൾവെന്റ് വാട്ടറും സൊല്യൂട്ട് എയും ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തെടുക്കണം. 2 gram പ്ലസ് 18 gram ഇൻറ്റു 100. അപ്പോൾ 2/20 എന്ന് വരും. 2 + 18 20. 2/20 ഇൻറ്റു 100 എന്ന് വരും. എത്ര കിട്ടി? 10%. 2/20 കട്ട് ചെയ്യാം. ഇവിടെ എന്ത് കിട്ടും? 2/20 0.1. 0.1 ഇൻറ്റു 100 എന്ത് വരും? 10%. 0.1 എന്ന് കിട്ടും. 0.1 ഇൻറ്റു 100 10% എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാസ് പെർസെൻറ്റേജ് സൊല്യൂട്ട്, മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇക്വേഷൻ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. അപ്പോൾ സൊല്യൂട്ടിന്റെ മാസ് മാത്രം എടുക്കുക. ഇവിടെ സൊല്യൂട്ട് ഒരു എ എന്ന് പറഞ്ഞ സൊല്യൂട്ട് എത്രയാണ്? 2 gram എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2 gram ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ മാസ് ആണ്. സൊല്യൂഷന്റെ മാസ് എന്ന് പറയുമ്പോൾ 18 gram മാത്രം കൊടുത്തു പോകരുത്. 18 വാട്ടർ പ്ലസ് എ, സൊല്യൂട്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 2 + 18 20 ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ 2/20 100 ആൻസർ ചെയ്യുമ്പോൾ 10% എന്നാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ, മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്. സെക്കൻഡ് വൺ മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ സൊല്യൂഷനുമായി ബേസ് ചെയ്തുള്ള കാൽക്കുലേഷനിൽ രണ്ടാമത് വരുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നോക്കാം, നമ്മൾ സൊല്യൂഷനിലെ രണ്ട് കമ്പോണന്റ് പറഞ്ഞു, സൊല്യൂട്ടും സോൾവെന്റും ഉണ്ടെന്നൊക്കെ പറഞ്ഞു. രണ്ട് കമ്പോണന്റ് എന്തായാലും കാണും. അപ്പോൾ നോക്കാം, ആദ്യം രണ്ട് സബ്സ്റ്റൻസ്, രണ്ട് കമ്പോണന്റ് സൊല്യൂഷനിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. അത് ഇക്വേഷൻ നോക്കിയിട്ട് ഇത് വായിച്ചു നോക്കാം. ഇപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ, ഇപ്പോൾ രണ്ട് സബ്സ്റ്റൻസ് ഉണ്ട്, എയും ബിയും. അപ്പോൾ ഒരു സൊല്യൂഷനിൽ എ എന്ന് പറയുന്ന ഒരു കമ്പോണന്റും ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു കമ്പോണന്റും ഉണ്ട്, സൊല്യൂട്ടും സോൾവെന്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മോൾ ഫ്രാക്ഷൻ ഓഫ് എ കാണണമെങ്കിൽ, ആദ്യത്തെ കമ്പോണന്റ് ആയ എയുടെ കാണണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ടിന്റെ മോൾസ് പ്ലസ് സോൾവെന്റിന്റെ മോൾസ്, അതിന്റെ ടോട്ടലാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻസ്. സൊല്യൂഷന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എടുക്കണം. അതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻസ്. ഓക്കെ,
ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കാണണമെങ്കിൽ രണ്ടാമത്തെ കമ്പോണന്റ് ആണ് അവിടെ ബി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി, ബിയുടെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻസ്. അങ്ങനെ ചെയ്യണം. ഇനി ഇത് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പർട്ടിക്കുലർ കമ്പോണന്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ. അപ്പോൾ ഏത് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെയും ആ സൊല്യൂഷനിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിന്റെയും റേഷ്യോ ആണ് ഇത് മോൾ ഫ്രാക്ഷൻ. ഇഫ് എ സബ്സ്റ്റൻസ് എ ഡിസോൾവ്സ് ഇൻ സബ്സ്റ്റൻസ് ബി, അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ബി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിൽ ഡിസോൾവ് ചെയ്യുന്നു. അതിന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഇങ്ങനെ എടുക്കാം. ആൻഡ് ദെയർ നമ്പർ ഓഫ് മോൾസ് ആർ എൻ എ ആൻഡ് എൻ ബി. അപ്പോൾ എയുടെ നമ്പർ ഓഫ് മോൾസ് എൻ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് എൻ ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി, അതിനെ എൻ ബി എന്ന് റെപ്രസെന്റ് ചെയ്താൽ എന്താണ്? then the mole fraction of A and B are given as പറഞ്ഞു. number of moles of A divided by number of moles of solutions. അപ്പോൾ നമുക്ക് number of moles of A നമ്മൾ Na എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ Na number of moles of A divided by സൊല്യൂഷന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, number of moles of A plus number of moles of B, അതായത് Na plus Nb. അതേപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി, സെക്കൻഡ് കമ്പോണന്റ്, അതായത് ഇപ്പോൾ സോൾവെന്റ് ആണ് ബി അവിടെ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ബി ഇവിടെ കാണാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി divided by number of moles of solutions, അതായത് number of moles of B Nb divided by number of moles of A plus number of moles of B, അതായത് സൊല്യൂഷന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം, അതിന്റെ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ 0.100 mol of sodium chloride is dissolved into 100 grams of pure water. What is the mole fraction of sodium chloride and water? അപ്പോൾ അളവ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. മോൾസ് ഓഫ് NaCl സൊല്യൂട്ട് ആണ്, സോഡിയം ക്ലോറൈഡ് ഉപ്പാണ് പറഞ്ഞിരിക്കുന്നത്, അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് അല്ല ഇവിടെ ഉള്ളത്, 100 grams ഓഫ് പ്യൂർ വാട്ടർ ആണ്. അപ്പോൾ വാട്ടറിന്റെ മാസും ഉണ്ട്, സോഡിയം ക്ലോറൈഡിന്റെ നമ്പർ ഓഫ് മോൾസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു നോക്കാം. ആദ്യം മോൾസ് ഓഫ് സോഡിയം ക്ലോറൈഡ് അതിവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, എന്താണ്? 0.100 മോൾ, 0.100 മോൾ. ഇനി മോൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണം. വാട്ടറിന്റെ മാസേ ഉള്ളൂ, വാട്ടറിന്റെ മാസ് ഇവിടെ തന്നിരിക്കുകയാണ്. അപ്പോൾ മാസ് തന്നിരുന്നാൽ അതിലുള്ള മോൾസ് കാണാൻ നമ്മൾ പഠിച്ചു. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM, ഗ്രാം മോളിക്കുലർ മാസ്. ഇവിടെ ഗിവൺ മാസ് തന്നിരിക്കുന്ന 100 gram ആണ്. അപ്പോൾ 100 gram ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ മോളാർ മാസ് GMM, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, അപ്പോൾ 2 + 16 എത്ര വരും? 18 വരും. വാട്ടറിന്റെ GMM ഗ്രാം മോളിക്കുലർ മാസ് 18 gram വരും. 100/18 എത്ര വരും? 5.56 മോൾ. അപ്പോൾ വാട്ടറിന്റെ മോൾസും കിട്ടി. അപ്പോൾ വാട്ടറിന്റെ മോൾസ് ഇവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല, മാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാസ് നിന്ന് മോൾസ് കണ്ടുപിടിക്കണം. അപ്പം ഒരു മാസ് തന്നിരുന്നാൽ അത് എത്ര നമ്പർ ഓഫ് മോൾസ് ആണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു ഗിവൺ മാസ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. അപ്പോൾ ഗിവൺ മാസ് ഇവിടെ 100 ആണ്, അതുകൊണ്ട് 100 ഡിവൈഡഡ് ബൈ 18 5.56 മോൾ എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഇവിടെ വേണം. അപ്പോൾ ഇവിടുത്തെ സൊല്യൂട്ട് നമുക്ക് സോഡിയം ക്ലോറൈഡ് ആണ്, സോഡിയം ക്ലോറൈഡിന്റെ മോൾസ് ഉണ്ട്, അത് പ്ലസ് വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. വാട്ടറിന്റെ മോൾസ് ആദ്യം എടുക്കുന്നു, 5.56 പ്ലസ് 0.100, അതായത് വാട്ടറിന്റെ മോൾസ് പ്ലസ് സോഡിയം ക്ലോറൈഡിന്റെ മോൾസ്, ടോട്ടല് 5.66 മോൾ എന്ന് കിട്ടി. 5.66 മോൾസ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം മോൾ ഫ്രാക്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സോഡിയം ക്ലോറൈഡിന്റെ മോൾസ് എത്രയാണ്? 0.100 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, സൊല്യൂഷന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ്. എത്രയാണ്? 5.66. അപ്പോൾ ഡിവൈഡഡ് ബൈ 5.66, ആൻസർ 0.018 എന്ന് കിട്ടും. 0.018. അടുത്തത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി വാട്ടർ. വാട്ടറിന്റെ മോൾ ഫ്രാക്ഷൻ കാണുന്നു. വാട്ടറിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് എടുക്കണം. വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു, എന്താണ്? 5.56. അപ്പോൾ 5.56 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, സൊല്യൂഷന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് 5.66. 5.66 ഡിവൈഡഡ് ബൈ 5.66. അപ്പോൾ ആൻസർ 0.982 എന്ന് വരും. 0.982. ഓക്കെ, ഇങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 23 gram ഓഫ് ഈഥൈൽ ആൽക്കഹോൾ, നമ്മൾ എത്തനോൾ എന്നൊക്കെ പറയുന്നതാണ്. അതിന്റെ മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്, ജസ്റ്റ് C2H5OH. ഇതാണ് എത്തനോൾ, C2H5OH, അതായത് ഈഥൈൽ ആൽക്കഹോൾ. അതിന്റെ മോളാർ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 46 gram, അതായത് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ്. അതിന്റെ മോളാർ മാസ് 46 gram, അതായത് 2 കാർബൺ 24
ഇവിടെ മൊത്തം 6 ഹൈഡ്രജൻ H5H. അപ്പോൾ എന്ത് വരും 6 ഗ്രാം. അപ്പോൾ 6 ഗ്രാം എന്ന് വരും. 6 ഹൈഡ്രജൻ ആയതുകൊണ്ട് 6 ഗ്രാം. അപ്പോൾ 24 + 6 30, പിന്നെ ഒരു ഓക്സിജൻ 16. അപ്പോൾ 30 + 16 46 ഗ്രാം. അതാണ് ഇവിടെ തന്നിരിക്കുന്നത് മോളാർ മാസ്. അതിന് GMM അത് തന്നെയാണ്. ഇനി ഈസ് ഡിസോൾവ്ഡ് ഇൻ 54 ഗ്രാം ഓഫ് വാട്ടർ. അപ്പോൾ അത് ഡിസോൾവ് ചെയ്യുന്നത് എത്രയിലാണ്? 54 ഗ്രാം ഓഫ് വാട്ടർ ആണ്. അപ്പോൾ വാട്ടറിന്റെ മോളാർ മാസ് നമുക്ക് അറിയാം 18. അതിന്റെ ഗ്രാം മോളിക്കുലർ മാസ് 18. 2 + 16 18 ഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് സൊല്യൂട്ട് ഏതാണ് സോൾവെന്റ്? ജസ്റ്റ് നമുക്ക് ഇതിന്റെ മാസ് നോക്കി പറയാം. 23 ഗ്രാം ഏതല്ല. അപ്പോൾ ഇവിടെ കുറഞ്ഞ അളവിൽ എടുത്തിരിക്കുന്നത് ഈഥൈൽ ആൽക്കഹോൾ ആണ്. അതാണ് ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ കൂടിയ അളവിലുള്ളത് 54 ഗ്രാം വാട്ടർ ആണ്. അപ്പോൾ വാട്ടർ ആണ് ഇവിടുത്തെ സോൾവെന്റ്. ഓക്കെ. അപ്പോൾ ഈഥൈൽ ആൽക്കഹോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാണ്. എന്ത് കാണണം? കാൽക്കുലേറ്റ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് വാട്ടർ ഇൻ സൊല്യൂഷൻ. അപ്പോൾ ഈഥൈൽ ആൽക്കഹോളിന്റെയും വാട്ടറിന്റെയും മോൾ ഫ്രാക്ഷൻ കാണണം. നോക്കാം. നമ്പർ ഓഫ് മോൾസ്. ഇവിടെ 2 മാസ് തന്നേക്കുന്നത്. ഈഥൈൽ ആൽക്കഹോളിന്റെ മാസും വാട്ടറിന്റെ മാസുമാണ് തന്നേക്കുന്നത്. നമുക്ക് ഇതിനെ മോൾസ് ആക്കണം. മോൾസ് കാണാൻ നേരത്തെ പറയുന്നത് പോലെ എന്ത് ചെയ്യണം? ഗിവൺ മാസ് ബൈ GMM. ഇവിടെ ഗിവൺ മാസ് ഈഥൈൽ ആൽക്കഹോളിന്റെ നമ്പർ ഓഫ് മോൾസ് കാണുന്നു. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈഥൈൽ ആൽക്കഹോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഗിവൺ മാസ് 23 ആണ്. 23 ഡിവൈഡഡ് ബൈ അതിന്റെ GMM. ഒരു മോളിന്റെ മാസ് 46 ചെയ്യുന്നു. അപ്പോൾ 23/46 അതിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ത് കിട്ടി? 0.5 മോൾ എന്ന് കിട്ടി. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് വാട്ടർ ആണ്. അപ്പോൾ വാട്ടറിന്റെ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 54 ആണ്. അപ്പോൾ 54 ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ GMM, അതായത് അതിന്റെ മോളാർ മാസ് 18 കൊടുക്കുന്നു. അപ്പോൾ ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് 3 മോൾ എന്ന് കിട്ടി. 3 മോൾ. ഓക്കെ. അപ്പോൾ മോൾസ് കണ്ടുപിടിച്ചു ഓരോന്നിന്റെയും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എടുത്താലേ സൊല്യൂഷന്റെ മോൾസ് ആവും. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അതായത് സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും കൂടെ ആഡ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു, അതായത് Na + Nb ഈസ് ഈക്വൽ ടു മോൾസ് ഉണ്ട് 0.5 + 3. 0.5 + 3, അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ 3.5 മോൾ എന്ന് വന്നു. 3.5 മോൾ. ഇനി നമുക്ക് മോൾ ഫ്രാക്ഷൻ കാണാം. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈഥൈൽ ആൽക്കഹോൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് B ഡിവൈഡഡ് ബൈ സൊല്യൂട്ട് ആണ് ഇവിടെ B എന്ന് എടുത്തത്. അപ്പോൾ Nb/Na + Nb ആണ്. അപ്പോൾ ഇവിടെ കാണുന്നു ദാറ്റ്സ് ഈക്വൽ ടു ഈഥൈൽ ആൽക്കഹോളിന്റെ മോൾസ് നമുക്ക് കിട്ടി. എന്താണ്? 0.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. സൊല്യൂഷന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇവിടെ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട് 3.5. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3.5 ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. ആൻസർ 0.1429 എന്ന് കിട്ടി. ഇതാണ് ഈഥൈൽ ആൽക്കഹോളിന്റെ നമ്പർ ഓഫ് മോൾസ് 0.1429. അതായത് അതിന്റെ മോൾസ് ഈഥൈൽ ആൽക്കഹോളിന്റെ നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ 3.5 സൊല്യൂഷന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് കാണുന്നു. വാട്ടർ. മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ. അപ്പം ഇവിടെ അതിനെ A എന്ന് എടുത്തു. സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസ് Na ഡിവൈഡഡ് ബൈ Na + Nb ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് 3 എന്ന് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 3.5 അത് രണ്ടുകൂടി ഡിവൈഡ് ചെയ്യുക. ആൻസർ 0.8571. 0.8571 എന്ന് കിട്ടി. അപ്പോൾ രണ്ടിന്റെയും മോൾ ഫ്രാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. സിമ്പിൾ ആണ്. ഇനി 2 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. മൊളാരിറ്റി, അതായത് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ പറയുന്ന 2 യൂണിറ്റ്സ് ആണ്. അതും കൂടെ പറയുമ്പോൾ ചാപ്റ്റർ തീരും. അത് അടുത്ത സെഷനിൽ പറയാം. അപ്പോൾ ഇതിൽ ലിമിറ്റിംഗ് റിയേജന്റിന്റെ ആ ഒരു പ്രോബ്ലംസും മാസ് പെർസെൻറ്റേജ് സൊല്യൂഷനെ ബേസ് ചെയ്ത് പിന്നെന്താണ് മോൾ ഫ്രാക്ഷൻ ഇത്രയും ഒന്ന് നോക്കുക. ഇതിലുണ്ടാകുന്ന ഡൗട്ട്സ് ഇന്ററാക്റ്റീവ് സെഷനിൽ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ.